ഹലോ. അപ്പോൾ നീറ്റ് പരീക്ഷ റിസൾട്ട് ഇന്നലെ വന്നു. NTA ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ചെറിയ റെസ്പോൺസ് രാവിലെ ഇട്ടിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീറ്റ് 2024 കട്ട് ഓഫ് മാർക്സ് എത്രയായിരിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ റാങ്ക്സ്, നിങ്ങളുടെ കേരള റാങ്ക്സ് എത്രയായിരിക്കും എന്നുള്ളതാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോളൊക്കെ തെറ്റി കിടക്കുകയാണ്. അപ്പോൾ ഇതും ഒരു പ്രഡിക്ഷൻ ആണ്. ഈ പ്രഡിക്ഷന്റെ പിന്നിലുള്ള ലോജിക്ക്, എൻ്റെ കയ്യിലുള്ള ഡാറ്റ എന്താന്നുള്ളത് ഞാൻ പറയാം. അത് കൃത്യമായി നിങ്ങളുടെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഒരു ഓൾ ഇന്ത്യ കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും, അതേപോലെ കേരളത്തിലെ MBBSന്റെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും, നിങ്ങളുടെ കേരള റാങ്ക് എത്രയായിരിക്കും എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ബട്ട് ദിസ് ഈസ് എ പ്രഡിക്ഷൻ ടു മേക്ക് തിങ്സ് ഈസിയർ ഫോർ യു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റിൽ പറയാവുന്നതാണ്. ആദ്യം നമുക്ക് 2023, 2024 ഓൾ ഇന്ത്യ റാങ്ക്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 5x ഡിഫറൻസ് ആണ് ഓൾമോസ്റ്റ് ഓൾ ഇന്ത്യ റാങ്കിൽ, എസ്പെഷ്യലി ഒരു 700 മുതൽ അങ്ങോട്ടുള്ള താഴോട്ടുള്ള റേഞ്ചിലോട്ട് വന്നിട്ടുള്ളത്. 710-ന് 36 ഓൾ ഇന്ത്യ റാങ്ക് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടെങ്കിൽ ഇത്തവണ അത് 385 ഇവിടെ 10x ആണ്. 705-ന് 172 ഓൾ ഇന്ത്യ റാങ്ക് വന്നതെങ്കിൽ 1376. അതായത് 720 കിട്ടിയ ആൾക്ക് പോലും എയിംസിൽ അഡ്മിഷൻ കിട്ടാത്ത ഒരു അവസ്ഥാവിശേഷമാണ് ആക്ച്വലി ഈ വർഷം ഉണ്ടാവാൻ പോകുന്നത്. കാരണം 720 കിട്ടിയ 67 ആളുകളുണ്ട് NTA ലിസ്റ്റ് പ്രകാരം. എയിംസിൽ 50+ ഓൾ ഇന്ത്യ ജനറൽ സീറ്റുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എയിംസിലോ ജിപ്പറിലോ അഡ്മിഷൻ കിട്ടണമെങ്കിൽ പോലും ഒരു 705 മാർക്ക് മതിയാവാത്ത ഒരു സമയത്താണ് നമ്മൾ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക, വിച്ച് ഈസ് ക്വൈറ്റ് ഡിസ്റ്റർബിങ് ആക്ച്വലി ഫോർ മീ. ഓക്കെ, വളരെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്. എന്താണ് ഇതിന് ഇത്രമാത്രം സംഭവിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. എക്സാമിന്റെ ലെവൽ അത്രമാത്രം കുറഞ്ഞോ ഇല്ല എന്നാണ് ടീച്ചേഴ്സ് ഒക്കെ പറയുന്നത്. അപ്പൊ അവിടെയാണ് ഈ പേപ്പർ ലീക്കായോ എന്നുള്ള ഡൗട്ടുകളും, അതേപോലെ ബീഹാറിൽ നിന്നും ഹരിയാനയിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്ന ന്യൂസുകളൊക്കെ നമ്മൾ പലപ്പോഴും കൂട്ടി വായിക്കുന്നത്. ഓക്കെ, ബട്ട് എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുന്നില്ല. ദാറ്റ്സ് അനദർ ടോപ്പിക് ടു ഡിസ്കസ്. അത് നമുക്ക് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇനിയും വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 700-ൽ 324 ഉള്ളത് 2335 690-ന് നിങ്ങൾ 1000-ന് താഴെ റാങ്ക് വരുമായിരുന്നെങ്കിൽ, ഇഫ് യു സി 5188 ഓൾ ഇന്ത്യ റാങ്ക് വന്നിട്ടുള്ളത്. 680-ന് 1732 കഴിഞ്ഞ വർഷം വന്നത് 10,000-നടുത്തോട്ട് ഓൾ ഇന്ത്യ റാങ്ക്. 10,000 ആളുകൾ 680 മാർക്കിന്റെ മേലെ വാങ്ങിയിട്ടുണ്ട്. ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നവരും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, there is no margin for error. ഓരോ മാർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഓരോ മാർക്കിനും വലിയ വില കൊടുക്കേണ്ട ഒരു പരീക്ഷയാണ് നീറ്റ്, അല്ലെങ്കിൽ അത്തരം ഒരു പരീക്ഷയായി നീറ്റ് മാറിക്കൊണ്ടിരിക്കുന്നു. വെറുതെ തെറ്റി ഒരു കെയർലെസ് മിസ്റ്റേക്കിന് ഇവിടെ സ്കോപ്പ് ഇല്ല. 670-ന് 3037 ആൾ ഇന്ത്യ റാങ്ക് കഴിഞ്ഞ തവണ വന്നതെങ്കിൽ 5x 15,000. അതേപോലെ തന്നെ 660-ന് 4829 21,935. ഓക്കെ, സോ കഴിഞ്ഞ വർഷം ഒരു 620-ഓ 630-ഓ മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ കേരളത്തിൽ MBBS കിട്ടുമായിരുന്നെങ്കിൽ ഡെഫിനിറ്റ്ലി ജനറൽ, അതേപോലെ മുസ്ലിം, ഈഴവ, EWS കാറ്റഗറികളിലൊന്നും അത് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ദ പ്ലെയിൻ റിയാലിറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ, ഓക്കെ, 620-ഓ 30-ഓ മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് ഓൾ ഇന്ത്യയിലും കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾക്ക് കേരളത്തിലും കിട്ടാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഞാൻ എങ്ങനെയാണ് റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഞാൻ കഴിഞ്ഞ വർഷത്തെ റിസൾട്ടിൽ നിന്ന് ബേസിക്കലി എക്സ്ട്രാപൊളേറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് എക്സ്ട്രാപൊളേറ്റ് ചെയ്യുന്നത്? കേരളത്തിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്ന സെന്റർ എന്നുള്ളത് പാല ബ്രില്യന്റ് ആണ്. ഓക്കെ, അവിടുന്ന് ബേസിക്കലി ഒരു ടോപ്പ് 100 കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 85% to 73% വരെയാണ് കേരളത്തിന്റെ റിസൾട്ട് അവരുടേത് വരുന്നത്. ഓക്കെ, കേരളത്തിന്റെ മൊത്തം റിസൾട്ട് വരികയാണെങ്കിൽ. അപ്പൊ ഇതേ പാറ്റേൺ ഈ വർഷവും ഫോളോ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എല്ലാ സെന്റേഴ്സിന്റെ റിസൾട്ട് ഒക്കെ നോക്കുമ്പോൾ സിമിലർ പാറ്റേൺസ് ആണ് ഫോളോ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു അത്യാവശ്യം ആ രീതിയിലാണ് റിസൾട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഡാറ്റ നമ്മൾ എക്സ്ട്രാപൊളേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ബ്രില്യന്റിന്റെ കുട്ടികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കി അവർ ഓരോരുത്തരും അവിടെ എത്രയാണ് റാങ്ക് നോക്കിയാൽ നമുക്കത് അവരുടെ കേരള റാങ്കിലോട്ട് അപ്രോക്സിമേറ്റ്ലി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ എറേഴ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വന്നേക്കാം, എന്നാലും അപ്രോക്സിമേറ്റ്ലി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഇതാണ് എൻ്റെ ബേസിക്കലി ഇതിലുള്ള മെത്തഡോളജി. ആദ്യം കേരള റാങ്ക് പ്രവചിക്കാനുള്ള. ഓക്കെ, കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ അത് സക്സസ്ഫുള്ളി ചെയ്തതാണ്. അപ്പൊ ഈ വർഷവും അത് സക്സസ്ഫുൾ ആവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. കേരള റാങ്ക് 710-ന് ഓൾ ഇന്ത്യ റാങ്ക് 385 ആണ്. അതിന്റെ കേരള റാങ്ക് 28 to 30 ആയിരിക്കും 710 മാർക്ക് കിട്ടിയ ഒരാൾക്ക് വരിക. അതേപോലെ തന്നെ 705
705 മാർക്ക് കിട്ടിയ ഒരാൾക്ക് 1376 ഓൾ ഇന്ത്യ റാങ്ക്, 108-നും 113-നും ഇടയിലും അയാളുടെ കേരള റാങ്ക് വരും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ എക്സ്ട്രാപോളേറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് 700 മാർക്കിന് കേരള റാങ്ക് അറൌണ്ട് 200 to 218 ആയിരിക്കും. അതേപോലെ തന്നെ 695-ന് 340 to 350 വരും. 690 ആകുമ്പോഴേക്ക് അത് 490 to 500 ആവും. 680 ആകുമ്പോഴേക്ക് 925 to 940 ആവും. 675 ആകുമ്പോഴേക്ക് 1095 to 1140 ആവും. 670 ആകുമ്പോഴേക്ക് 1375 to 1400 ആവും. 660 ആകുമ്പോഴേക്ക് അത് 2000-ലെത്തും. 655 ആകുമ്പോഴേക്ക് 2300-ലെത്തും. 650 ആകുമ്പോഴേക്ക് അത് ഏകദേശം 2500 സംതിങ്ങിലോട്ട് എന്ത് ചെയ്യും, ഈ റാങ്ക് പോകും. അപ്പൊ ഇതാണ് അപ്രോക്സിമേറ്റ്ലി എൻ്റെ ഒരു കാൽക്കുലേഷൻ എന്നുള്ളത്. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം കഴിഞ്ഞ വർഷത്തെ കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിന് ലാസ്റ്റ് റാങ്ക് വാങ്ങിയിട്ട് കട്ട് ഓഫ് എത്രയാവും എന്നുള്ളത്. അതാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതായിരിക്കും കേരള റാങ്ക് വരിക അപ്രോക്സിമേറ്റ്ലി. ഇത് ഞാൻ ഇപ്പോഴല്ല, ഞാൻ ആദ്യം എക്സാം വന്നപ്പോൾ നിങ്ങൾ എൻ്റെ ഷോർട്സോ റീൽസോ അല്ലെങ്കിൽ വീഡിയോസോ ഒക്കെ എടുത്ത് നോക്കുക. ഞാൻ അന്ന് പ്രവചിച്ചതാണ് 670 ഏകദേശം 1400 ആയിരിക്കും കേരളത്തിൽ നിങ്ങളുടെ റാങ്ക് വരിക എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ദ തിങ്. ഓക്കെ, നൗ കട്ട് ഓഫിലോട്ട് പോവാം. കട്ട് ഓഫിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ എക്സാൻവൈയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം ജസ്റ്റ് പരിചയപ്പെടുത്താണ്. 6th മുതൽ 10th വരെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ നീറ്റ് ജെഇ പോലത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഫൗണ്ടേഷൻ പ്രോഗ്രാം ഒരുക്കിയിട്ടുണ്ട്. 2000-ഓളം കുട്ടികൾ കേരളത്തിന് പുറത്തുമായിട്ട് ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ട്. ക്ലാസ്സസ് എടുക്കുന്നതൊക്കെ IITiansഉം ഡോക്ടേഴ്സും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇത്തരം കോമ്പറ്റീറ്റീവ് എക്സാം വളരെ കോമ്പറ്റീറ്റീവായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നീറ്റ് ഒരർത്ഥത്തിൽ വളരെ ഈസിയായി മാറുന്നു, ജെഇ അഡ്വാൻസ്ഡ് അപ്പുറത്ത് ടഫറായി മാറിക്കൊണ്ടേയിരിക്കുന്നു. വളരെ കോമ്പറ്റന്റ് ആയിട്ടുള്ള മിടുക്കരായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല ഫൗണ്ടേഷൻ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ടോപ്പ് റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യം. അതിനാണ് ഞങ്ങൾ NITiansന്റെയും IITiansന്റെയും ഡോക്ടേഴ്സിന്റെ ഒക്കെ ഒരു ടീമിനെ ഉണ്ടാക്കി ഇങ്ങനത്തെ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം റൺ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒരുപാട് ആളുകൾ IITകളിലും അതേപോലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും ടോപ്പ് റാങ്കുകൾ വാങ്ങിക്കൊണ്ട് ഫസ്റ്റ് ചാൻസിൽ തന്നെ +2ന്റെ കൂടെ തന്നെ കയറി പോകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ എന്റെ ഈ വീഡിയോ കാണുന്ന റിപ്പീറ്റേഴ്സിന്റെ പാരന്റ്സ്, റിപ്പീറ്റേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ഇത് കൃത്യമായി മനസ്സിലാവും അല്ലെ. നമ്മൾ കൃത്യമായി നേരത്തെ പ്ലാൻ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ ഈ പരീക്ഷ. അതിനുവേണ്ടി നിങ്ങളുടെ സിബ്ലിങ്സോ നിങ്ങളുടെ ഫ്രണ്ട്സോ ഒക്കെ ഉള്ള നിങ്ങളുടെ ഫാമിലിയിലുള്ള മിടുക്കരായിട്ടുള്ള കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എക്സാൻവൈ ലേണിംഗിന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയി സ്റ്റാൻഫോർഡ്, ഹാർവാർഡ് പോലെയുള്ള യൂണിവേഴ്സിറ്റീസ് നടപ്പിലാക്കിയിട്ട് ഒരു ബ്ലെൻഡഡ് ലേണിംഗ് മെക്കാനിസം ആണ് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ഒരു 1-on-1 മെന്റർഷിപ്പ് ഉണ്ടാവും, ലൈവ് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും, റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാവും, നിങ്ങൾക്കുള്ള വർക്ക് ബുക്സും വർക്ക്ഷീറ്റ്സും ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നിങ്ങളുടെ വീടുകളിൽ എത്തും. ഒരു ലെവൽ 1, ലെവൽ 2, ലെവൽ 3 വരെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ലെവൽ 3 ഒക്കെ ചെയ്യുമ്പോഴേക്ക് നിങ്ങളൊരു അഡ്വാൻസ് ലെവലിലോട്ട് എത്തും. അതേപോലെ വീക്ക്ലി എക്സാംസും എക്സാം റിസൾട്ടും MCQ ബേസ്ഡ് ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു ലിങ്ക് നൽകുന്നുണ്ട്. ആ ലിങ്കിൽ 6 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളുടെ, നിങ്ങളുടെ ഫാമിലിയിലുള്ള കുട്ടികളുടെ, മിടുക്കരായ ആളുകളുടെ കോണ്ടാക്ട്സ് അല്ലെങ്കിൽ നിങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പേഴ്സ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അപ്പൊ എന്താണ് കീമിന്റെ എക്സ്പെക്ടഡ് കട്ട് ഓഫ്സ് എന്നുള്ളത്? കഴിഞ്ഞ വർഷത്തെ കീമിന്റെ ലാസ്റ്റ് റാങ്ക്സ് ഞാൻ phase 3 കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാംസിന്റെ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ ഓപ്പൺ 850, EWS 3300, ഈഴവ 1800, മുസ്ലിം 1300. അതാണ് ഒരു മേജർ കാറ്റഗറി വരുന്നത്. വേറെ ഒരുപാട് കാറ്റഗറി ഉണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് എടുത്തു നോക്കാം. ഓക്കെ, അപ്പൊ അവിടേക്ക് വരുന്ന മാർക്ക് ഒരു ഓപ്പൺ കാറ്റഗറിയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു 682 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടി വരും. അതേപോലെ ഈഴവയാണെങ്കിൽ 640 to 642 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ, EWS ആണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ആവർത്തിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ആവർത്തിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതില് ഒന്നാമത്തെ കാരണം എന്നുള്ളത് ഒന്ന് സീറ്റുകളുടെ എണ്ണത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ടില്ല എന്നുള്ളതാണ്, ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ഈഴവ മുസ്ലിം പ്രാതിനിധ്യങ്ങളൊന്നും വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല. ഇപ്പൊ ഈഴവ ഒരു 662 to 664, മുസ്ലിം ഒരു 671 to 673 കേരളത്തിൽ കിട്ടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതിൽ ചിലപ്പോൾ 1-2 മാർക്കിന്റെ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ എനിക്കറിയാം ഈ 1-2 മാർക്കിന്റെ ഡിഫറൻസിന് വലിയ ഡിഫറൻസ് ആണ് ഇപ്പോൾ എന്നുള്ളത് എനിക്കറിയാം. ഓക്കെ, സോ അതാണ് ഞാൻ പറഞ്ഞത്, ദർ ഇസ് നോ മാർജിൻ ഫോർ എറർ. എനിക്കിവിടെ പ്രഡിക്ഷൻ ഉള്ള ഒരു സ്കോപ്പ് പോലും, അവിടെ ഒരു മാർജിൻ ഓഫ് എറർ പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, 680 അറൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ പറയാം. കാരണം 680 670 തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ആണ് ഇവിടെ റാങ്ക്സിൽ ആക്ച്വലി ഉള്ളത്, ആളുകളുടെ എണ്ണം കൂടിയത് മൂലം. അപ്പോൾ ഇതാണ്. പിന്നെ EWS ചിലപ്പോൾ കുറച്ചുകൂടി ആളുകൾ കൂടുതൽ ഇത്തവണ EWS, കാരണം EWSനെ കുറിച്ച് ആളുകൾ പരിചയപ്പെട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ, അത് കൂടുതൽ ആളുകൾ EWSൽ വരാൻ സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഷൂട്ടപ്പ് ചെയ്യാൻ
ഈ 640 to 642 കുറച്ചുകൂടിയൊക്കെ ഷൂട്ടപ്പ് ചെയ്യാൻ 645 അല്ലെങ്കിൽ 650 വരെ ഷൂട്ടപ്പ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നൊരു തോന്നൽ എനിക്കുണ്ട്. കാരണം EWS കഴിഞ്ഞ വർഷങ്ങളൊന്നും ആളുകൾ അത്ര ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഓൾ ഇന്ത്യയിലുള്ള കട്ട് ഓഫ് വരിക. അപ്പൊ പല ആൾക്കാർ ചോദിക്കുന്നത്, സർ കേരളത്തിലുള്ള കട്ട് ഓഫ് വരിക, ഓൾ ഇന്ത്യ ലെവലിൽ എന്താണ് കട്ട് ഓഫ് വരിക, കഴിഞ്ഞ തവണയിൽ നിന്ന് ഒരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് ഉണ്ടാകുമോ, നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കഴിഞ്ഞ തവണത്തിൽ നിന്ന് ഓൾ ഇന്ത്യ കോട്ടയിൽ ഞാൻ മനസ്സിലാക്കിയത് ഏകദേശം 3500 സീറ്റുകളാണ് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 3500 സീറ്റുകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഓൾ ഇന്ത്യ കോട്ടയിലെ ടോട്ടൽ സീറ്റ്സ് ഓൾ ഇന്ത്യ ലെവലിൽ ഗവൺമെന്റിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ 15% എടുക്കുമ്പോൾ ഏകദേശം 500 to 525 സീറ്റ്സ് ആണ് ഓൾ ഇന്ത്യ കോട്ടയിൽ വരിക. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഓൾ ഇന്ത്യ കോട്ടയിൽ ലാസ്റ്റ് റാങ്ക് 23,562, 23,500 അറൗണ്ട് ആണ് ഓപ്പണിനും OBCക്കും ഉള്ളത്. EWS 25 ആണ്, SCക്ക് 1,28,000 ആണ്, ST കാറ്റഗറിക്ക് 1,68,000 ആണ്. ഇതിൽ എന്തൊരു സിഗ്നിഫിക്കന്റ് ഷിഫ്റ്റ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. അത് എങ്ങനെ ഉണ്ടാവുക, ഈ 3,500-ൽ 3,000 ആളുകൾ സ്റ്റേറ്റ് കോട്ടയിലാണ്. അപ്പൊ കുറച്ച് ആൾക്കാർ സ്റ്റേറ്റ് കോട്ടയിൽ അങ്ങനെ പോകും. അപ്പോൾ ഓൾ ഇന്ത്യ റാങ്കിൽ ചെറിയൊരു ഷിഫ്റ്റ് ഉണ്ടാവും. പിന്നെ 500 സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയിൽ എക്സ്ട്രാ ഉണ്ട്, അതിനും ചെറിയൊരു ഷിഫ്റ്റ് ഈ റിസർവേഷൻ ബേസിസിൽ അത് ഡിവൈഡ് ചെയ്യപ്പെട്ട് പോകും. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇത് എക്സാക്ട്ലി പ്രവചിക്കാൻ അസാധ്യമാണ്, എന്നാലും ഓപ്പണിലെ ഒരു 500 റാങ്കിന്റെ ഒരു ഷിഫ്റ്റ് ഓൾ ഇന്ത്യ കോട്ടയിൽ ഉണ്ടായേക്കാം. 500 ടു മേ ബി ഒരു 750 വരെയൊക്കെ അത് പോയേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ 24,000 അറൗണ്ട് 24,500 അറൗണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈവൻ 25,000 അറൗണ്ട് ആണെങ്കിൽ വരെ നിങ്ങൾ പ്രതീക്ഷ കൈവിടണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് 24,000 സംതിങ് ആയിരിക്കും ഓൾ ഇന്ത്യ കോട്ടയിലെ കട്ട് ഓഫ് എന്നുള്ളത്. അപ്പൊ അതിനുള്ള മാർക്ക് ഏകദേശം ഒരു 655 to 657 റേഞ്ചിലാണ് നിങ്ങൾക്ക് വേണ്ടി വരിക. സെയിം തിങ് ആണ് OBC നോൺ ക്രീമിയറിനും ഉണ്ടാവുക, വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഒരു 655 to 657 റേഞ്ചിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ എബവ് മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ ഒരു സീറ്റ് പ്രതീക്ഷിക്കാം. ഈവൺ ഒരു 654 ഒന്നോ രണ്ടോ മാർക്ക് മേലോട്ടോ താഴോട്ടോ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. പരമാവധി ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്. അതേപോലെ തന്നെ EWSല് 26,000 ഒരു 1000 റാങ്കിന്റെ ഷിഫ്റ്റ്, കാരണം EWSന്റെ എണ്ണം കുറവായത് തന്നെ ഒരു 1000 റാങ്കിന്റെ ഷിഫ്റ്റ് ഉണ്ടായേക്കാം. ഒരു 26,000 ആണെങ്കിൽ പോലും എന്താണ് ഒരു 1-2 മാർക്കിന്റെ ഡിഫറൻസ് ഇവിടെ വരാൻ പോകുന്നുള്ളൂ. ബിക്കോസ് ഈ ഒരു 24,000 to 26,000 വലിയ ഡിഫറൻസ് ഒന്നും ആക്ച്വലി എന്തില്ല, റാങ്ക് ലിസ്റ്റിലില്ല. ഒരു മാർക്കിന് 1000-2000 റാങ്ക് ഒക്കെയാണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്. SC ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു വലിയ ഷിഫ്റ്റ് ഉണ്ടാവില്ല. മേ ബി ഇതിൽ സിമിലർ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് ഉണ്ടാവുക. ഒരു 560 to 565 മാർക്സും ST കാറ്റഗറി ഉള്ളവർക്ക് ഒരു 550 to 555 മാർക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ സേഫ് ആണെന്നുള്ളതാണ് നമ്മളൊന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്നുള്ളത്. ഓക്കെ, സോ ദീസ് ആർ അവർ പ്രെഡിക്ഷൻസ്, ദീസ് ആർ മൈ പ്രെഡിക്ഷൻസ്. ഇത് എക്സിറ്റ് പോളൊക്കെ കഴിഞ്ഞ് പ്രദീപ് ഗുപ്ത കരയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു, അതേപോലെ ചിലപ്പോൾ ഞാൻ കരഞ്ഞേക്കാം. പക്ഷേ ഞാൻ എൻ്റെ ഒരു മെത്തഡോളജി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കമന്റ് ചെയ്യുക ഈ മെത്തഡോളജി നിങ്ങൾ ഡു യു തിങ്ക് ഇറ്റ് വിൽ ബി കറക്റ്റ് ഓർ നോട്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സോ ദിസ് ഈസ് എ റിയാലിറ്റി ചെക്ക്. ഓക്കെ, നീറ്റ് എന്നുള്ള എക്സാം എക്സ്ട്രീംലി കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതിന് മുമ്പ് 2 തവണയെങ്കിലും ആലോചിക്കണം. MBBS മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പക്ഷെ മറ്റ് ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുന്നിടത്തോ ഡ്രോപ്പ് ചെയ്യുന്നിടത്തോ കുഴപ്പമില്ല. പക്ഷേ ദ മാർജിൻ ഓഫ് എറർ ഈസ് വെരി ലെസ്. ഞാൻ ഇന്നലെ ലൈവിൽ പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ ചെറിയ മാർജിനേ ഉള്ളൂ. പണ്ട് നമ്മളൊക്കെ എഴുതിയിരുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ ചിലപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉള്ളത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് എത്തുണ്ടായിരുന്നുള്ളൂ. ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS ഉള്ളത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ BDS എത്തും, ഒരു 1-2 ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ. ആ അവസ്ഥയിലാണ് ആക്ച്വലി ഇപ്പോഴത്തെ കാര്യങ്ങൾ കിടക്കുന്നത്. സോ ദർ ഇസ് നോ മാർജിൻ ഫോർ എറർ, ദർ ഇസ് നോ മാർജിൻ ഫോർ കെയർലെസ് മിസ്റ്റേക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് MBBS കട്ട് ഓഫ്സിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇഫ് യു ലൈക്ക് ദ കണ്ടന്റ്, ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സോ താങ്ക്സ് ലോട്ട്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.